ഈ നിലമ്പൂർ ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന പല കമൻറ്റുകളിൽ എനിക്ക് എന്നെ ഏറ്റവും ആകർഷിച്ചൊരു കമൻ്റ് എന്താണെന്ന് വെച്ചാൽ CPM-നെ തോൽപ്പിക്കുക എന്നുള്ളത് വലിയ പ്രയാസമില്ല, പക്ഷെ തോറ്റു എന്ന് ബോധ്യപ്പെടുത്താൻ ഭയങ്കര പണിയാണെന്നുള്ളതാണ്. ഈ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ഇവരെടുക്കുന്ന പൊസിഷൻ ഇതാണ്. ഇങ്ങനെ നിലമ്പൂരിൽ തോറ്റിട്ടുണ്ട്, LDF CPM തോറ്റിട്ടുണ്ട്. അവർ വലിയ ഭൂരിപക്ഷത്തിനാണ്, ഷൗക്കത്തിൻ്റെ കൂടെ വോട്ട് കൂട്ടുകയാണെങ്കിൽ വലിയ വോട്ട് നഷ്ടമാണ്, വലിയ രീതിയിലാണ് അവർക്കെതിരായിട്ടുള്ള വിധി ചെയ്തിട്ടുണ്ടായിട്ടുള്ളത്. അതിനെ അംഗീകരിക്കുക, ഞങ്ങൾ ആ ജനവിധി അംഗീകരിക്കുന്നു, എന്താണോ വേണ്ട കറക്ഷൻസ് അത് ഞങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് സാമാന്യമായിട്ട് ജനങ്ങളോട് സംവദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി ചെയ്യണത്. പക്ഷേ അവർ സ്ഥിരം ചെയ്യുന്നത് പോലെ അവർ തോറ്റു കഴിഞ്ഞാൽ അതെന്താണ്, വർഗീയവാദികളുടെ വിജയമാണ്, തീവ്രവാദികളുടെ വിജയമാണ്. അത് വയനാട് പ്രിയങ്ക ജയിച്ചപ്പോൾ അങ്ങനെയാണ്, മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി ജയിച്ചപ്പോൾ അങ്ങനെയാണ്. അത് തന്നെയാണ് നിലമ്പൂരിൽ സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വർഗീയവാദികളാണ്, നിങ്ങൾ തീവ്രവാദികളാണെന്നാണ് പറയുന്നത്. അത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, അത് എല്ലായിടത്തും തന്നെ പുതുപ്പള്ളിയിൽ തോറ്റാൽ അങ്ങനെ പറയില്ല. അത് വളരെ പ്രധാനമാണ്. പുതുപ്പള്ളിയിൽ തോറ്റാൽ അങ്ങനെ പറയില്ല, വട്ടിയൂർക്കാവിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും തോറ്റാൽ അങ്ങനെ പറയില്ല. ഇത് മലപ്പുറത്തും കോഴിക്കോടും ഈ മലബാറിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ധാരാളമായി വസിക്കുന്ന പ്രദേശങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ CPM തോറ്റാൽ CPM-ന് ഒരൊറ്റ വിശകലനമേ ഉള്ളൂ അതിനെക്കുറിച്ച്. അതെന്താണ്, അത് തീവ്രവാദികളുടെ, ഞങ്ങൾ തോറ്റത് തീവ്രവാദികൾ അപ്പുറത്തെ തീവ്രവാദികളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ജയിച്ചത് തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ്. ഇത് ഒരിക്കൽ പറയുന്നതല്ല സികേഷ്, ഇത് നിരന്തരം, ഇതൊരു അവരുടെ ഒരു അടിസ്ഥാന പൊസിഷനായിട്ട് ആ പാർട്ടി കൊണ്ടു നടക്കുകയാണ്. അങ്ങനെ അത് ഗുരുതരമായൊരു സാഹചര്യമാണ്. മുസ്ലിങ്ങൾ ധാരാളമുള്ള പ്രദേശങ്ങളിൽ പാർട്ടി പരാജയപ്പെടുന്നത്, വടകരയിൽ തന്നെയാണ് സംഭവിച്ചത്, വടകരയിൽ തോൽവിയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവർ തീവ്രവാദികളും വർഗീയവാദികളുമാണ് പച്ചയ്ക്ക് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വർഗീയത അല്ലെങ്കിൽ നിങ്ങളൊരു മതേതരത്വത്തിൻ്റെ ടെസ്റ്റ് പാസ്സാണെങ്കിൽ ഞങ്ങളുടെ മതേതരത്വത്തിൻ്റെ മനകളിൽ ഞങ്ങൾ ഇങ്ങനെ കസേരയിട്ടിരിക്കുവാണ്, ആ പടിപ്പുര കടന്നിങ്ങോട്ട് വരണം. ഞങ്ങളുടെ മതേതര മനകളുടെ പടിപ്പുര കടന്നു വന്നവനെ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ, ഞങ്ങൾ മതേതരവാദിയായിട്ട് അംഗീകരിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആ പാർട്ടി ഇങ്ങനെ ഒരു നിലപാടായിട്ട് കൊണ്ടു നടക്കുകയാണ്. വിജയരാഘവൻ ഇത് സ്ഥിരം പറയുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം വാ തുറന്നാൽ ഇത് തന്നെ, ഈ മുസ്ലിം വിരുദ്ധത നിരന്തരം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. നോക്കൂ, മുസ്ലിം കമ്മ്യൂണിറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടി ഒരു പാർട്ടി നേതാവിനെ ഇത്രത്തോളം അസ്വീകാര്യനായിട്ട് ഒരു കമ്മ്യൂണിറ്റി മൊത്തം കാണുന്നുണ്ട് വിജയരാഘവൻ്റെ കാര്യത്തിൽ മാത്രമായിരിക്കും. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ലൈനല്ല, അത് പാർട്ടിയുടെ ലൈനാണെന്നാണ് കോടിയേരി ബാലകൃഷ്ണനും ഗോവിന്ദൻ മാഷും സ്വരാജും എല്ലാം തെളിയിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, ഇതെന്തിനാണ് CPIM ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ പലവട്ടം പറഞ്ഞാണ്, ഈ പറയുന്ന ഈ ഒരു മുസ്ലിം വർഗീയത, തീവ്രവാദം എന്ന് പറയുന്ന ഒരു വലിയൊരു എൻറ്റിറ്റി, ഒരു പിശാച് ഇവിടെ നിൽപ്പുണ്ട്. അതിനെ നമുക്ക് തടയേണ്ടതുണ്ട്. അതിനെ തടയാൻ ഞങ്ങളുടെ കൂടെ കൂടണം എന്നുള്ളതാണ്. അതിൻ്റെ പരമാവധിയിലാണ് നിലമ്പൂരിലെടുത്തത്. പെഹൽഗാം വരെ അവരവിടെ എടുത്തിട്ടു. പെഹൽഗാം ആക്രമണത്തെ ന്യായീകരിച്ചവരാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ഗുരുതരമായ ഒരു പ്രസ്താവന നടത്തി, RSS പോലും നടത്തിയിട്ടില്ലാത്ത പ്രസ്താവന നടത്തി, അങ്ങനെ വോട്ട് സമാഹരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിൽ CPM കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ പണി CPM-നേക്കാൾ വൃത്തിക്കെടുത്തുകൊണ്ടിരിക്കുന്നവരാണ് BJP. അവർ ഇത്രയും കാലം ഈ പണി എടുത്തിട്ട് അവർക്ക് കേരളത്തിൽ എന്ത് രാഷ്ട്രീയ ലാഭം ഉണ്ടായി? മുസ്ലിങ്ങളെ ചീത്ത പറഞ്ഞ്, മുസ്ലിങ്ങളെക്കുറിച്ച് ഒരു മുസ്ലിം ഭീകര സ്വത്വത്തെ, മുസ്ലിം ഭീകരവാദം, വർഗീയവാദം, ഇതേക്കുറിച്ചുള്ള ഒരു പ്രതീതി, ഒരു ഭീതി സൃഷ്ടിച്ച് വോട്ട് സമാഹരിക്കാൻ സാധിക്കുമെങ്കിൽ, സാധിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, കേരളത്തിന് പുറത്ത് പലയിടത്തും സാധിച്ചിട്ടുണ്ട്, കേരളത്തിൽ അത് സാധിക്കുമെങ്കിൽ BJP ഇവിടുത്തെ നമ്പർ 1 പാർട്ടിയാകേണ്ട കാലം കഴിഞ്ഞു. BJPക്ക് അത് സാധിച്ചിട്ടില്ല, പിന്നെ CPM-ന് എങ്ങനെ സാധിക്കും? എന്തുകൊണ്ടാണ് BJPക്ക് അത് സാധിക്കാതെ? BJPക്ക് പ്രചാരണ മെഷീനറി ഇല്ലാത്തതുകൊണ്ടല്ല. കേരളത്തിൽ ഇതിങ്ങനെ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിം സമൂഹമാകട്ടെ, മുസ്ലിം സംഘടനകളാകട്ടെ, അവരെല്ലാവരുമായിട്ട് എൻഗേജ് ചെയ്യുന്ന അവർ അന്യഗ്രഹ ജീവികളല്ല. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കാരെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ സംഘടനക്കാരെന്ന് പറഞ്ഞാൽ, നിലമ്പൂരുകാരെന്ന് പറഞ്ഞാൽ, വയനാട്ടുകാരെന്ന് പറഞ്ഞാൽ, ഇത് അന്യഗ്രഹ ജീവികളല്ല. അവർ ഈ എല്ലാ കമ്മ്യൂണിറ്റികളുമായിട്ട് എൻഗേജ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. ഇതേ ഒരു മുസ്ലിം ഭീകരവാദം ഇവിടെ എല്ലാം ടേക്ക് ഓവർ ചെയ്യാൻ പോവുകയാണ് എന്ന് CPM-ൻ്റെ നേതാക്കന്മാർ എത്ര ചതുര വടിവിൽ പ്രസംഗിച്ചിട്ടും കാര്യമില്ല, അത് വർക്കാവില്ല. പക്ഷെ അത് വർക്കാവുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ആശയം നിരന്തരമായി പ്രചരിപ്പിക്കുന്നതിലൂടെ എന്താണ് വിജയിക്കുന്നതെന്ന് ചോദിച്ചാൽ,
മുസ്ലിം ഭീകരവാദം എന്ന് പറയുന്ന ഒരു ഭീകര സ്വത്വത്തെ നിർമ്മിക്കുക, അതിനെ ഒരു എതിരിയായി നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്ന BJPയുടെ പ്രോജക്റ്റ് ഉണ്ട്. അതാണ് വിജയിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്, ഇവർക്ക് വോട്ട് ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, അപ്പുറത്ത് BJPക്ക് വോട്ട് കൂട്ടിക്കൊടുക്കാനുള്ള പരിപാടികൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ച് എന്താണ് CPM മനസ്സിലാക്കുന്നത്? CPM എന്ന് മാത്രമല്ല, കേരളത്തിലെ മുഖ്യധാര മാധ്യമപ്രവർത്തകരാകട്ടെ, ഇപ്പോൾ തിരുവനന്തപുരത്തും പിന്നെ കൊച്ചിയിലൊക്കെ ഇരുന്ന് ന്യൂസ് റൂമുകളിലിരുന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, വളരെ പ്രധാനപ്പെട്ട ഒപ്പീനിയൻ മേക്കേഴ്സ് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ, അവർക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള ധാരണ എന്താണെന്നൊരു പ്രശ്നമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, പെരുന്നാളിന് റംസാൻ ആശംസകൾ നേരുന്ന ആളുകളാണ് ഇവരിൽ മഹാഭൂരിപക്ഷവും. പെരുന്നാൾ എന്താണ്? റംസാൻ എന്ന് പറയുന്നൊരു മാസം കഴിഞ്ഞ് വേറൊരു മാസത്തിലാണ് ഈ പെരുന്നാൾ എന്ന സാമാന്യ ധാരണ പോലും ഇല്ലാതെ പെരുന്നാളിന് റംസാൻ ആശംസകൾ ഞാനത് പറഞ്ഞു വെച്ചാൽ അത്രയും ഇല്ലിറ്ററേറ്റാണ്, നിരക്ഷരരാണ് ഇവർ മുസ്ലിങ്ങളുടെ കാര്യത്തിലെന്നുള്ളത്. അപ്പോൾ ഇവിടെ മലബാറിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ മുക്കം ഉമ്മർ ഫൈസിയുടെ അടുത്ത് മൈക്കുമായിട്ട് പോകും എല്ലാ ചാനലുകളും. നോക്കൂ, സമസ്തയ്ക്കകത്ത് തന്നെ ഒരു ഗതികിത്താപ്രേതമായിട്ട് അലയുന്ന, സമസ്ത മുഷാവറക്കകത്ത് പോലും സ്വാധീനം ചെലുത്താൻ പറ്റാത്ത ഒരാൾ, അയാളാണ് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒപ്പീനിയൻ, ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം പറയുന്ന ആൾ. നോക്കൂ, ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് എത്ര ചാനലുകളാണ് ഇത് ബ്രേക്കിംഗ് ന്യൂസായിട്ട് വന്നത്. അദ്ദേഹത്തിൻ്റെ അതോടുകൂടി ഈ പറയുന്ന നിലമ്പൂരിലുള്ള ചിത്രങ്ങളൊക്കെ മാറാൻ പോവുകയാണെന്ന് ന്യൂസ് റൂമിൽ നിന്ന് വിശകലനം ചെയ്ത ആളുകളുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ബൈറ്റ് എടുത്തിട്ട്. യഥാർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി എന്താണ് എന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നൊരു പ്രശ്നമുണ്ട്. ഞാൻ പലവട്ടം പറഞ്ഞാണ്, മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ 10-30% വരുന്നൊരു സമൂഹമാണ്. ചെറുപ്പക്കാരെ വളരെ ഡൈനാമിക്കായിട്ടുള്ള, വളരെ ലോക സംഭവവികാസങ്ങളോട് വളരെ ക്രിയേറ്റീവായിട്ട് എൻഗേജ് ചെയ്യുന്ന മനുഷ്യരാൽ സമ്പന്നമായൊരു സമൂഹമാണ്. അവരുടെ ഒരു അഭിപ്രായ രൂപീകരണം എന്ന് പറയുന്നത് അത് സംഘടനകൾ തീരുമാനിക്കുന്നതേ അല്ല. അതാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം. മുസ്ലിങ്ങളുടെ സാമാന്യ മുസ്ലിമിൻ്റെ ഒരു എലക്ഷൻ ബിഹേവിയർ എന്ന് പറയുന്നത്, എലക്ഷൻ ബിഹേവിയർ അത് ഏതെങ്കിലും സംഘടനയോ സംഘടനാ നേതാക്കളോ തീരുമാനിക്കുന്നതല്ല. അതിനപ്പുറം സ്വയം വിശകലനം ചെയ്ത് കാര്യങ്ങൾ നിരീക്ഷിച്ച് വിശകലനം ചെയ്ത് തീരുമാനത്തിലെത്താൻ ശേഷിയുള്ള അങ്ങേയറ്റം ചടുലമായിട്ടുള്ള ഒരു ഡൈനാമിക് പബ്ലിക് അത് ഉൾക്കൊള്ളുന്നതാണ് ഈ കമ്മ്യൂണിറ്റി മനസ്സിലാക്കുക. അവരാണ് ഡെസിഷൻ മേക്കേഴ്സ്, അവരാണ് കാര്യങ്ങൾ. അപ്പോൾ അവരോട് ജമാഅത്ത് ഇസ്ലാമി എന്ന് ഇങ്ങനെ നിരന്തരം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ഭീകര സ്വത്വത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ, ഇത് ജമാഅത്ത് ഇസ്ലാമി ചെറിയൊരു സംഘടനയാണല്ലോ, ബാക്കിയുള്ളവരൊക്കെ വോട്ട് കിട്ടും എന്നാണ് ഈ സാധുക്കളായുള്ള CPM നേതാക്കൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല കാര്യം. ജമാഅത്ത് ഇസ്ലാമി നിശ്ചയമായും ചെറിയൊരു സംഘടനയാണ്. അത് അവർ തന്നെ അവകാശപ്പെടുന്ന കാര്യമാണ്. വളരെ ചെറിയ 3000 ജില്ലാ അംഗങ്ങൾ മാത്രമുള്ള സംഘടനയാണ് ആ സംഘടന തന്നെ പറയുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ എല്ലാ സംഘടനയും ചെറിയ സംഘടനകളാണ്. മുസ്ലിം ജനസാമാന്യം എന്ന് പറയുന്ന സംഘടനാരഹിതരായിട്ടുള്ള മഹാഭൂരിപക്ഷം ജനസാമാന്യമുണ്ട്. അവർ തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ്? അവർ സ്വന്തമായ വിശകലനോപാധികളുള്ള ആളുകളാണ്. അവർ സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ചെയ്യുന്ന ആളുകളാണ്, ധാരാളമായി വായിക്കുന്നവരാണ്, അവർ ഈ ലോകത്തേക്ക് തുറന്നു വെച്ച മനുഷ്യരാണ്. അവരോട് ഈ ഗോവിന്ദൻ മാഷ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലിക്ക് ജമാഅത്ത് ഇസ്ലാമിൽ നിന്ന് കൃത്യമായി ഉച്ചരിക്കാൻ പോലും അദ്ദേഹത്തിന് അറിയില്ല. ഈ മനുഷ്യൻ വന്നിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കേണ്ടതാണ്. പക്ഷെ അത് ആലോചിക്കാൻ ശേഷിയുള്ള ഒരു മനുഷ്യനും ആ പാർട്ടിയിൽ ബാക്കിയില്ലെന്നുള്ളതാണ് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവരുടെ നിലപാടുകളെ കാണിക്കുന്നത്.